ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രാവലിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാം, പ്രത്യേകിച്ച് എറണാകുളംകാർക്ക് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറെ ഒന്നുമല്ല, എറണാകുളത്തിൻ്റെ ഫേമസ് ആയ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് വർഷം മുമ്പാണ് ഞാനിത് വന്നേക്കണത്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയായിരിക്കും ബീച്ചും അതിൻ്റെ അന്തരീക്ഷവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഞങ്ങളിത് ബാക്ക് പോർഷനിലാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പയ്യെ നടന്നു തന്നെയാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ സ്ഥലവും കാര്യങ്ങളും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ കടൽക്ഷോഭമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കടലിലേക്കൊന്നും ഇറങ്ങുന്നത് നമുക്കത് കെട്ടി വെച്ചിട്ടുണ്ട്. ആരും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ നമുക്ക് ഫ്രണ്ട് പോർഷൻ അങ്ങ് അറ്റം വരെ നടക്കാം, അപ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാനിത് ഒരു 2015 ഇതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ, ഈ കടലിൻ്റെ ഈ കരിങ്കല്ല് കെട്ടിയതിനേക്കാളും ഇരട്ടി ഇപ്പം നമ്മൾ ആ തിര വന്ന ഭാഗം, ആ ഭാഗത്തിൻ്റെ ഏകദേശം അത്രയും പോർഷനിലായിരുന്നു കടൽ നിന്നിച്ചത്. ഇത് എല്ലാവർക്കും ഇറങ്ങി കളിക്കാനും കടലിലെ കളിക്കാനായിട്ടുള്ള നല്ലൊരു ഇതുണ്ട്. പക്ഷേ ഇപ്പം കടൽ കയറിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും, കടൽ എന്തോരം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കടൽ ഇങ്ങനെ കയറി വരുമെന്നാണ് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രേയസിനിങ്ങനെ ഐസ്ക്രീമിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രേയസിനെ പറ്റിക്കാനായിട്ട് തൽക്കാലം ഒരു ചെറിയൊരു വാനില ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ശ്രേയസിനെ പറ്റിച്ച്. അല്ലെങ്കിൽ പിന്നെ അവനവിടെ നിർത്തില്ല, നമുക്ക് ഇങ്ങനെ നടന്ന് പോകാനും പറ്റില്ല. അപ്പോൾ ഒരു വാനില ഐസ്ക്രീം മേടിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ സെറ്റായി അവിടെ. അങ്ങനെ പയ്യെ അവനെ താഴത്ത് നിർത്തി അവൻ നടക്കാൻ തുടങ്ങി. വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല വെയിലുണ്ട്. പക്ഷെ നല്ല കാറ്റുള്ളത് നമുക്ക് ആ വെയിലിൻ്റെ ബുദ്ധിമുട്ട് അത്രയും തോന്നുന്നില്ല. അപ്പോൾ ഒരുമാതിരി അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാണണം, ഫോട്ടോ എടുക്കണം, എല്ലാവരും തന്നെ നടക്കണ്ട. അപ്പം നമുക്ക് വാക്കിങ്ങിന് പറ്റിയ നല്ല രീതിയിൽ എല്ലാവർക്കും നടന്ന് ബാക്കി ഇതൊക്കെ ഇങ്ങനെ പോയി ആംബിയൻസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചരക്ക് കപ്പൽ അങ്ങ് അറ്റത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ സൂം ചെയ്തത്. സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 മണി 4 മണി അടുക്കാണ് എത്തിയത്. അപ്പോൾ ഒരുമാതിരി വെയിലുണ്ടെങ്കിലും തന്നെ നമുക്കത് ഓക്കെയാണ്. നല്ല പ്രകാശവും നമുക്കൊക്കെ നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാർന്ന് സൂര്യനിലേക്ക് കിട്ടിക്കുന്നത്. എന്നാലും വെയിലൊക്കെ കുഴപ്പമില്ല. പയ്യെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് തിരകളും വലിയ രീതിയിലുള്ള തിരകളൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ രീതിയിൽ കടലിങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ വീണ്ടും നടന്നു തുടങ്ങി. അപ്പോൾ അങ്ങറ്റം വരെ നടക്കാം. അപ്പോൾ ചെറിയ കടകളും പിള്ളേർക്ക് പറ്റിയ ചെറിയ കടകളും അവരെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വഴിയോര കച്ചവടക്കാരിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പതിയെ എല്ലാം കണ്ട് നീങ്ങി. അപ്പോൾ അങ്ങ് അറ്റത്ത് ഫ്രണ്ട് ഏരിയയിൽ കമ്പവല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പവല ഒന്ന് കാണാമെന്നിരുന്നത്. കമ്പവലയൊന്നും പണ്ടൊക്കെ കമ്പവലയിൽ നിന്ന് മീൻ മേടിക്കുക എന്നൊക്കെ വളരെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. അപ്പോൾ കമ്പവലയിൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നൊക്കെ നോക്കാനായിട്ട് പയ്യെ ഇങ്ങനെ നടന്നു നീങ്ങി. അപ്പോൾ കമ്പവല എത്താറായപ്പോഴത്തേക്കും മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വെയിലുണ്ട്, നല്ല തണലുണ്ടായിരുന്നു. ഈ നടക്കാനും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ചുറ്റും ചെറിയ കടകളാണ്. അപ്പോൾ നമുക്കെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നമുക്ക് പയ്യെ റിലാക്സ് ചെയ്ത് നടക്കുകയും ചെയ്യാം. റെസ്റ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ കമ്പവലയാണ്, 3-4 കമ്പവലയുണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ചത്ര അതിൽ നിന്നൊന്നും റിസൾട്ട് കിട്ടിയില്ല. എന്ന് വെച്ചാൽ കമ്പവലയൊക്കെ വളരെ ശോകമായിരുന്നു, മീനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറാണ്ട് ജസ്റ്റ് ഓടിച്ചു പോയുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞങ്ങളിത് കാണാനും ഒന്ന് കമ്പവലയിൽ ഇത് നിറച്ച് മീൻ കാണാനും മീനൊക്കെ ഇരിക്കണ കാണാനായിട്ടാണ് ഒന്ന് ഇവിടെ അറ്റം വരെ വരാമെന്ന് ഓർത്തത്. പക്ഷേ നമുക്കതൊക്കെ നടന്നില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടന്നു. അങ്ങനെ വെറുതെ അങ്ങ് നടന്നു ഫ്രണ്ട് ഏരിയ വരെ എത്താറായി നമ്മൾ. അപ്പോഴാണ് ഒരു നെഹ്റു പാർക്ക് ഉണ്ട്. പക്ഷേ ശ്രേയസിനെയും കൊണ്ട് കയറിയില്ല. നന്നായിട്ട് തന്നെ നടന്ന് വിഷമിച്ചു. ഇനി അവൻ്റെ പുറകെ ഓടാൻ പറ്റില്ലെന്ന് കരുതി ഞങ്ങൾ നേരെ തിരിച്ച് പോരാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഫ്രണ്ട് ഏരിയ ഇത്രയേ ഉള്ളൂ. നമുക്ക്
നമുക്ക് റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്തിരിക്കാനും നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ല, കടലിൽ കളിക്കാൻ പറ്റുന്നേ ഉള്ളൂ, ഓക്കെയാണ്. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങറ്റം വരെ നടന്നു, അതേ തിരിച്ച് ഞങ്ങൾ റിട്ടേൺ നടന്നു തിരിച്ചു പോരുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫോർട്ട് കൊച്ചിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.